ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിൽ നിർണായക വിവരങ്ങൾ പുറത്ത് പെൺകുട്ടിയെ മുൻ സുഹൃത്ത് ഒന്നിലധികം തവണ പീഡിപ്പിച്ചതായി പോലീസ്. പീഡനം നടന്നത് പ്രായപൂർത്തിയാകും മുൻപ് വിവിധയിടങ്ങളിൽ എത്തിച്ചായിരുന്നു പീഡനം. ബിനോയ് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയതായും സൂചന. വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട് നമുക്കൊപ്പം. അഞ്ജു, ഈ ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരം? അതായത് 3 വർഷത്തെ പ്രണയമായിരുന്നു ഈ ബിനോയും പെൺകുട്ടിയും തമ്മിൽ ഉണ്ടായിരുന്നത് എന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. എന്നാൽ ഈ കാലയളവിൽ പെൺകുട്ടിയെ ബിനോയ് ഒന്നിലധികം തവണ പീഡിപ്പിച്ചെന്നതാണ് പോലീസിന്റെ കയ്യിൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള തെളിവുകൾ പറയുന്നത്. അതായത് ഉഭയസമ്മത പ്രകാരമുള്ള ശാരീരിക ബന്ധമായാൽ പോലും പ്രായപൂർത്തിയാകും മുമ്പ് ഇത്തരത്തിലുള്ള ബന്ധം നടന്നതില്ല, അത് പീഡനമായിട്ടാണ് കണക്കാക്കുക എന്നാണ് പോലീസ് പറയുന്നത്. വിവിധ ഇടങ്ങളിൽ എത്തിച്ചായിരുന്നു ഈ പീഡനം നടന്നത് ാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ബിനോയുടെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് വർക്കല അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇയാളുമായി പോലീസ് ഇന്നലെ രാത്രി തന്നെ തെളിവെടുപ്പ് നടത്തിയിട്ടുമുണ്ട്. ഈ പെൺകുട്ടിയെ എത്തിച്ച് പീഡിപ്പിച്ച സ്ഥലങ്ങളായിരുന്നു പ്രധാനമായും തെളിവെടുപ്പ് നടത്തിയത്. ഇത് കൂടാതെ തന്നെ ബിനോയുടെ ഫോണിൽ നിന്ന് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് സന്ദേശങ്ങൾ ഉൾപ്പെടെ പോലീസ് നിലവിൽ, അതായത് പോലീസിന്റെ സൈബർ വിഭാഗം വീണ്ടെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ബിനോയ് പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ബിനോയുടെ ഈ ഭീഷണിയാണോ പെൺകുട്ടിയുടെ ആത്മഹത്യക്ക് കാരണമെന്നാണ് നിലവിൽ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ബിനോയ്ക്കെതിരെ പോക്സോ നിയമപ്രകാരമുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. റിമാൻഡിലുള്ള ബിനോയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ തെളിവെടുപ്പ് നടത്തുമെന്നാണ് പൂജപ്പുര പോലീസ് പറയുന്നത്. ഇതിനിടെ പെൺകുട്ടിക്കെതിരെ ഉണ്ടായ ഈ സൈബർ ആക്രമണം നടന്നതുമായി ബന്ധപ്പെട്ടുള്ള കമന്റുകൾ അതും സൈബർ ടീം കണ്ടെത്തുകയുണ്ടായി. ഈ അക്കൗണ്ടുകൾ വിശദമായി പരിശോധിക്കുമെന്നും സൈബർ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ ഒരു പീഡനം നടന്നത് പ്രായപൂർത്തിയാകും മുൻപാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ പോക്സോ അടക്കമുള്ള കേസുകൾ നിലനിൽക്കില്ലേ? അതായത് നിലവിൽ ഇപ്പോൾ പോക്സോ വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത്. ഇനി അതായത് ഈ ബിനോയുടെ ഈ വാട്സപ്പ് ചാറ്റ് ഉൾപ്പെടെ, അതായത് ബിനോയുടെയും പെൺകുട്ടിയുടെയും വാട്സപ്പ് ചാറ്റ് ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്, വീണ്ടെടുത്തിട്ടുണ്ട്. ആ വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ച സമയത്താണ് ബിനോയി പെൺകുട്ടിയെ പല തവണയായി ഭീഷണിപ്പെടുത്തിയതായും ചിത്രങ്ങൾ പല സ്ഥലങ്ങളിലായി പ്രചരിപ്പിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതായിട്ടും പോലീസ് കാണുന്നത്. അത്തരത്തിലാണെങ്കിൽ ഈ ഭീഷണിയുടെ പുറത്താണ് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തുമെന്നാണ് പൂജപ്പുര പോലീസ് വ്യക്തമാക്കുന്നത്. ശരി, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിലാണ് ഇപ്പോൾ നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നത്. പെൺകുട്ടിയെ മുൻ സുഹൃത്ത് ഒന്നിലധികം തവണ പീഡിപ്പിച്ചതായാണ് പോലീസ് പറയുന്നത്. അതും പ്രായപൂർത്തിയാകും മുൻപാണ് ഈ ഒരു പീഡനമെന്ന വിവരം കൂടി പുറത്തുവരുന്നു. വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് നൽകിയത്.